ഒരു ഇസ്ലാമിക അപ്പോളജിസ്റ്റാണ് ഹാഫിസ് അമീർ ജൗഹരി. ഇദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു കൂലിപ്പട്ടാളമാണ്. അദ്ദേഹം മതം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ മതം തന്നെയാണ്, മതവ്യാപാരിയാണ് അമീർ ജൗഹരി. നമ്മുടെ ഈ വീഡിയോയിലെ ചേട്ടൻ എനിക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞ ആരോപണമാണെങ്കിലും നിരന്തരമായ നിരീശ്വരവാദികൾ മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെ നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണവും കൂടിയാണിത്. നിങ്ങൾക്ക് നമ്മുടെ ജബ്ബാർ മാഷ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഞാൻ വായിച്ചേപ്പിച്ചുതരാം. നോക്കൂ. ഇടമറുകാണ് വ്യത്യസ്തനായി കാണപ്പെടുന്ന ഒരാൾ. നമ്മുടെ ജോസഫ് ഇടമറുക് വ്യത്യസ്തനായിട്ട് കാണപ്പെടുന്ന ഒരാളാണെന്നാണ് ജബ്ബാർ മാഷ് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അതിനു കാരണം അദ്ദേഹവും കുടുംബവും യുക്തിവാദ പ്രചരണം അവരുടെ ഉപജീവനത്തിനുള്ള മാർഗം കൂടിയാക്കി. അതായത് ജോസഫ് ഇടമറുക് ഒറ്റയ്ക്കല്ല, അദ്ദേഹവും കുടുംബവും യുക്തിവാദ പ്രചരണം ഉപജീവനത്തിനുള്ള മാർഗം കൂടിയാക്കി. നമ്മുടെ ഈ വീഡിയോയിലെ ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ യുക്തിവാദം വിറ്റ് ജീവിക്കുന്നു, അല്ലെങ്കിൽ യുക്തിവാദ വ്യാപാരം. അത് വളരെ നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ജബ്ബാർ മാഷിന് അങ്ങനെ യുക്തിവാദം പ്രചരിപ്പിച്ച് അത് വിറ്റ് ജീവിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ വീഡിയോയിലെ ചേട്ടനെ ഇതറിയത്തില്ല എന്ന് തോന്നുന്നു. കൂടുതൽ അർപ്പണബോധത്തോടെ താല്പര്യത്തോടെ ചെയ്യാവുന്ന ജോലി അവനവന് ഏറ്റവും താല്പര്യമുള്ള ജോലി തന്നെ. സംതൃപ്തിയും ജീവിതമാർഗവും ഒന്നിച്ച്, സംതൃപ്തമായ ജോലിയും ജീവിതമാർഗവും കൂടി ഒന്നിച്ച് ചെയ്യുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാണ് ജബ്ബാർ മാഷ് എഴുതിയിരിക്കുന്നത്. ആ മാർഗം സ്വീകരിച്ച ഇടമറുകിനെ ഉയർത്തി പറഞ്ഞതാണ്. അപ്പൊ പണ്ടത്തെ നിരീശ്വരവാദികളും നിരീശ്വരവാദം എന്ന മതം വിറ്റ് ജീവിച്ചിരുന്നു. ഇപ്പോഴത്തെ നിരീശ്വരവാദികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എസൻസ് നിരീശ്വരവാദികളുടെ ഒരു പ്രമുഖ സംഘടനയാണ്. അവരുടെ ഒരു കണ്ടോ, നിങ്ങൾ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. കോട്ട, ക്ലോക്ക്, വാട്ടർ ബോട്ടില്, ബുക്ക്, കപ്പ്, എല്ലാം മുകളിലതോ ടീഷർട്ട്, ബാഗ് എല്ലാം ഉണ്ട്. എല്ലാ സംഗതികളുണ്ട്. കൊട, ഗ്ലാസ്, ഇതിനകത്തെല്ലാം എസൻസ് എന്ന് അവരുടെ ലോഗോയും അവരുടെ സിംബലും ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇത് വിറ്റ് ഇതിനെന്തോ പറയുന്ന പേര്, ഇത് യുക്തിവാദം വിറ്റ് കാശുണ്ടാക്കുന്നതാണെന്ന് ഇതിനെ കുറിച്ച് പറയില്ലേ? എന്റെ വീഡിയോയിലെ ചേട്ടൻ ഇതൊന്നും കാണുന്നില്ലേ? വെറുതെ ഈ മതവിശ്വാസികൾക്കെതിരെ മാത്രം എന്തിനാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കുക. ഈ മതമേഖലയിൽ, മത പ്രബോധന പ്രവർത്തന മേഖലകളിൽ, അല്ലെങ്കിൽ പള്ളികളിലും മദ്രസകളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ അതിനെയാണ് നിങ്ങൾ മതം വിറ്റ് ജീവിക്കുന്നത് എന്ന് പറയുന്നെങ്കിൽ അത് ഭയങ്കര വലിയ ബിസിനസ് ഒന്നും അല്ല. ഈ സമൂഹത്തിലെ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ സേവനം ചെയ്യുന്നവരാണ് പള്ളികളിലും മദ്രസകളിലും ഒക്കെ സേവനം ചെയ്യുന്നവര്.